ഇന്നമാ ഇലാഹുകുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ വസിഅ കുല്ല ശൈഇൻ ഇൽമാ. നിങ്ങളുടെ ദൈവം അല്ലാഹു മാത്രമാകുന്നു. അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. അവന്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു. സർവജ്ഞനായ അല്ലാഹു മാത്രമേ ആരാധനകൾ അർഹിക്കുന്നുള്ളൂ എന്ന തത്വം ഇസ്ലാം മാനവ സമൂഹത്തിന് മുന്നിൽ വെക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ആരാധനകൾ അർപ്പിക്കപ്പെടുവാൻ അർഹൻ? ആരോടാണ് മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത്? സകലമാന കഴിവുകളുടെയും ഉടമസ്ഥാവകാശമാർക്കാണോ? രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവൻ ആരാണോ? ഹൃദയത്തിനകത്തുള്ളത് വ്യക്തമായി അറിയുന്നവൻ ആരാണോ? അവനാണ്, അവനു മാത്രമാണ് ആരാധനകൾ അർപ്പിക്കപ്പെടേണ്ടത് എന്ന് നമ്മുടെ സാമാന്യ ബുദ്ധി തന്നെ പറയുന്നു. ഈ സാമാന്യ ബുദ്ധിയുടെ വിധി തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. സൃഷ്ടിപാലകനുമായ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. പ്രാർത്ഥനാ വഴിപാടുകൾ അർപ്പിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് സർവശക്തനായ തമ്പുരാനിലുള്ള വിശ്വാസം പൂർണ്ണമാകുന്നത്. സത്തയിലും സ്വഭാവങ്ങളിലും കഴിവുകളിലും അദ്വിതീയനായ ഒരസ്തിത്വത്തിലുള്ള വിശ്വാസം കൊണ്ട് ഇസ്ലാം വിവക്ഷിക്കുന്ന ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ് പൂർണ്ണമാകുന്നില്ല. ആ ഏകാസ്തിത്വത്തിന് മാത്രം ആരാധനകൾ അർപ്പിക്കപ്പെടുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിൽ മുവഹിദ് എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. അവനു മാത്രം അർഹതയുള്ള കാര്യങ്ങൾ അവനു മാത്രം അർപ്പിക്കുക കൂടി വേണം. അള്ളാഹു മാത്രമാണ് ആരാധനകൾ അഖിലവും അർഹിക്കുന്നത്. പ്രാർത്ഥനാ വഴിപാടുകൾ അവനു മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർവശക്തനായ തമ്പുരാൻ മാത്രം ആരാധിക്കപ്പെടുമ്പോഴാണ് ഇസ്ലാം വിവക്ഷിക്കുന്ന തൗഹീദ് പൂർണ്ണമാകുന്നത്. ആരാധനകൾ അഖിലവും പ്രാർത്ഥനാ വഴിപാടുകൾ അഖിലവും സർവേശ്വരനായ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നവനാണ് മുസ്ലിം. അവനാണ് സമ്പൂർണമായി ജീവിതത്തെ സർവശക്തനെ സമർപ്പിച്ചവൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക. അല്ലാഹു അല്ലദീ ജഅല ലകുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറാ ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. ذلكم الله ربكم خالق كل شيء لا إله إلا هو فأنى تؤفكون. അല്ലാഹുവാകുന്നു നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ നിങ്ങൾക്ക് ശാന്തമായി വസിക്കാൻ തക്കവണ്ണവും പകലിനെ വെളിച്ചമുള്ളതും ആക്കിയവൻ. തീർച്ചയായും അല്ലാഹു ജനങ്ങളോട് ഔദാര്യമുള്ളവനാകുന്നു. പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവും എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടികർത്താവുമായ അല്ലാഹു. അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ,
ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന്. ആമീൻ. കൗതുകകരമായ ദേശാന്തര ഗമന സ്വഭാവം പ്രകടമാക്കുന്ന ജീവികളിലൊന്നാണ് സാൽമൺ മത്സ്യം. പ്രകൃതിയിലെ ഏറ്റവും കൗതുകകരമായ ജീവികളിലൊന്നാണ് തേനീച്ച. നിന്റെ നാഥൻ തേനീച്ചക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു: മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങളുണ്ടാകും. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير.